ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ ശൂരനാട് വായനശാലയ്ക്ക് സമീപം തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. പൊന്നച്ചൻ അച്ചായന്റെയും ലിനു അമ്മാമ്മയുടെയും സ്വപ്നക്കൂടാണിത്. വർഷങ്ങളായുള്ള സ്വപ്നങ്ങൾക്ക് രൂപം നൽകിയ ഈ മനോഹര വീട് മൊത്തം 1750 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ളതാണ്. ഈ വീടിന്റെ നവീകരണവും സൗന്ദര്യവൽക്കരണവും നിർവഹിച്ചിരിക്കുന്നത് ഗ്രേ സ്റ്റോൺ ബിൽഡേഴ്സ് ആണ്. പഴയ ഒരു വീടിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ റീമോഡൽ ചെയ്തിരിക്കുകയാണ് ഗ്രേ സ്റ്റോൺ ബിൽഡേഴ്സ്. പുറത്തുനിന്ന് ഈ വീടിനെ ഒന്ന് നോക്കിയാൽ തന്നെ ആരുടെയും മനസ്സ് കവർന്നു പോകും. കണ്ടംപററി സ്റ്റൈലിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ വീട് പഴയ ഒരു വീടിനെ എത്ര മനോഹരമായി മാറ്റിയെടുക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. വീടിന്റെ എക്സ്റ്റീരിയറിന് ഐവറി കളറാണ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം നൽകിയിരിക്കുന്ന ബോർഡറുകൾ വീടിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. ഫ്രണ്ട് ഭാഗത്ത് ചെയ്തിരിക്കുന്ന വാൾ ടെക്സ്ചർ ഡിസൈൻ വീടിനൊരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ വലിയ മുറ്റമല്ലെങ്കിലും വളരെ വൃത്തിയും ഭംഗിയും നിറഞ്ഞ ഒരു ഓപ്പൺ സ്പേസ് നമ്മെ സ്വാഗതം ചെയ്യുന്നു. മെറ്റൽ ചിപ്സ് ഉപയോഗിച്ച് മനോഹരമാക്കിയ ഈ മുറ്റം വീടിന്റെ മൊത്തം ലുക്കിനോട് ചേർന്ന് നിൽക്കുന്നു. ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ നിർമ്മാണമല്ല എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരുന്ന ഒരു പഴയ വീടിനെ പൂർണ്ണമായും നവീകരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് ഗ്രേ സ്റ്റോൺ ബിൽഡേഴ്സ്. മുമ്പ് വീടിന്റെ തെക്കു ഭാഗത്തായിരുന്നു സിറ്റൗട്ട്, വടക്ക് ഭാഗത്ത് 2 കടമുറികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ പഴയ രൂപമൊന്നും കാണാനില്ല. വളരെ ചിന്താപൂർവമായ പ്ലാനിങ്ങിലൂടെ വീടിന്റെ നടുക്കു ഭാഗത്തായി പുതിയ സിറ്റൗട്ട് നൽകിയിരിക്കുന്നു. ശരിക്കും ഇതൊരു പഴയ വീടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് അല്ലേ? ഇതിനെ അടിമുടിയൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജനലുകളാണ്. സാധാരണയായി പല വീടുകളിലും പോളിഷ് ചെയ്ത ജനലുകളാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ലഭിക്കുന്ന ശക്തമായ വെയിലും മഴയും കണക്കിലെടുത്ത് ജനലുകൾക്ക് പോളിഷിന് പകരം ഈട്ടി കളറുകളിലുള്ള പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് കൂടുതൽ സംരക്ഷണവും കുറഞ്ഞ മെയിൻ്റനൻസും ഉറപ്പാക്കുന്നു. അതുപോലെ ഇവിടെ ഒരു വാളിന് ടെക്സ്ചർ ഡിസൈനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം. ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ വിരിച്ചിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗ്രേ കളർ ടൈൽസുകളാണ്. വീടിന്റെ പുറം ഭാഗത്തെ കളറുകളുമായി വളരെ മനോഹരമായി ഇണങ്ങുന്ന ടൈൽസുകളാണിവ. വീടിന്റെ പ്രധാന വാതിൽ പ്ലാവ് മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പ്ലാവ് മരത്തിൽ നിർമ്മിച്ച ഡോറുകൾക്ക് നല്ല ഡിമാൻഡാണ്. ദീർഘകാലം നിലനിൽക്കുന്നതും നല്ല ഭംഗി നൽകുന്നതുമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി വീടിന്റെ അകത്തേക്ക് കടക്കാം. വാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഭാഗത്തിന്റെ വിശാലതയും ക്രമീകരണവും ആരെയും ആകർഷിക്കും. മുകളിൽ ചെയ്തിരിക്കുന്ന ജിപ്സം സീലിംഗ് വളരെ മനോഹരമാണ്. സീലിംഗിൽ നൽകിയിരിക്കുന്ന വാം ലൈറ്റുകൾ വീടിന്റെ അന്തരീക്ഷത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു. രാത്രിയിൽ ഈ ലൈറ്റുകൾ തെളിയുമ്പോൾ ഈ സ്പേസിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കും. ലിവിംഗ് ഏരിയയിൽ പ്രധാന ആകർഷണം ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. വളരെ മനോഹരമായ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ TV യൂണിറ്റ് വീടിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. രൂപത്തിലും ഫിനിഷിങ്ങിലും വളരെ ശ്രദ്ധ ചെലുത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു പ്രധാന ആകർഷണം മനോഹരമായി ചെയ്തിരിക്കുന്ന ജിപ്സം സീലിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പ്രീമിയം വീടുകളിലും ജിപ്സം സീലിംഗ് തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം അത് വീടിന് കൂടുതൽ ഭംഗിയും ആധുനികമായ ലുക്കും നൽകുന്നു എന്നതാണ്. ലൈറ്റിംഗ് മനോഹരമായി സെറ്റ് ചെയ്യാനും ജിപ്സം സീലിംഗ് ഏറ്റവും അനുയോജ്യമാണ്. കൂടാതെ സീലിംഗിൽ ഏറ്റവും ചെറിയ വയറുകളും മറ്റു ഫിനിഷിംഗ് ഭാഗങ്ങളും വളരെ വൃത്തിയായി മറച്ചു വെക്കുവാനും ഇത് സഹായിക്കുന്നു. ഈ സീലിംഗിന് വൈറ്റ് കളർ നൽകിയിരിക്കുന്നത് മറ്റൊരു മികച്ച തീരുമാനമാണ്. കാരണം വൈറ്റ് നിറം വീടിനുള്ളിൽ കൂടുതൽ വെളിച്ചം പ്രതിഫലിപ്പിക്കുകയും മുറികൾക്ക് വിശാലത അനുഭവപ്പെടുകയും ചെയ്യുന്നു. പകൽ സമയത്ത് സ്വാഭാവിക വെളിച്ചം പോലും കൂടുതൽ ലഭിക്കുന്നത് പോലെ തോന്നും. അതേപോലെ ഏത് ഇന്റീരിയർ ഡിസൈനോടും ഫർണിച്ചറിനോടും എളുപ്പത്തിൽ ഇണങ്ങുന്ന ഒരു ടൈംലെസ് കളറാണ് വൈറ്റ്. വർഷങ്ങൾ കഴിഞ്ഞാലും വൈറ്റ് സീലിംഗിന്റെ സൗന്ദര്യം കുറയാറില്ല. വീട് എപ്പോഴും വൃത്തിയുള്ളതും പ്രീമിയം ഫീൽ ഉള്ളതുമായ ഒരു അന്തരീക്ഷം നൽകാൻ ഈ നിറം വലിയ പങ്ക് വഹിക്കുന്നു.
അതുകൊണ്ട് തന്നെ മനോഹരമായ ജിപ്സം സീലിംഗും അതിന് നൽകിയിരിക്കുന്ന വൈറ്റ് ഫിനിഷും ഈ വീടിന്റെ ഇന്റീരിയറിന്റെ ഭംഗി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും മുന്നോട്ട് വന്നാൽ നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണിത്. ഡൈനിങ് ഏരിയയിൽ മനോഹരമായ ഒരു ഷോക്കേഴ്സും നൽകിയിരിക്കുന്നു. വീട്ടുകാരുടെ ഓർമ്മകളും അലങ്കാര വസ്തുക്കളും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഷോക്കേഴ്സിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള പ്ലാനിംഗ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. പ്രത്യേകത എന്തെന്നാൽ സ്ഥലനഷ്ടം ഒഴിവാക്കുന്നതിനായി സ്റ്റെയർകേഴ്സിന്റെ താഴെ ഭാഗത്താണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ലഭ്യമായ ഓരോ സ്ക്വയർ ഫീറ്റും പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. വളരെ വിശാലവും സൗകര്യപ്രദവുമായ ഒരു ബെഡ്റൂമാണിത്. വാളുകൾക്ക് ലൈറ്റ് ബ്ലൂ ആണ് നൽകിയിരിക്കുന്നത്. ഈ കളർ റൂമിന് വളരെ ശാന്തവും സുഖകരവുമായ ഒരു അന്തരീക്ഷം നൽകുന്നു. നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുന്ന തരത്തിലാണ് ജനലുകളുടെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ റൂം കൂടുതൽ ഫ്രഷും പ്രകാശപൂരിതവുമായി അനുഭവപ്പെടുന്നു. ഇവിടെ മൾട്ടിവുഡിൽ നിർമ്മിച്ച മനോഹരമായ ഒരു വാൾ അലമാരയും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജിനും ഭംഗിക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വളരെ പ്രീമിയം ഫിനിഷിലാണ് ഒരുക്കിയിരിക്കുന്നത്. ടൈൽസുകളുടെ തിരഞ്ഞെടുപ്പും ഫിറ്റിങ്ങുകളും മൊത്തത്തിൽ ഒരു ക്ലാസ് ലുക്ക് നൽകുന്നു. ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. ഈ റൂമും നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകൾക്ക് ഐവറി കളറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് റൂം കൂടുതൽ വിശാലമായി തോന്നുന്നു. സീലിംഗിൽ നൽകിയിരിക്കുന്ന വാം ലൈറ്റുകളും മനോഹരമായ ഫിറ്റിംഗും ഈ റൂമിന്റെ ഭംഗി കൂട്ടുന്നു. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുന്ന ഒരു ബെഡ്റൂമാണ്. ഈ ഐവറി കളറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വീടിനെ വൃത്തിയായി തോന്നിപ്പിക്കാനും ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ പോലും കണ്ണിന് കുളിർമയുള്ള അനുഭവം നൽകാനും ഈ കളറിന് കഴിയും. അതുകൊണ്ടാണ് ഇന്നത്തെ മോഡേൺ ഹോം ഡിസൈനുകളിൽ ഐവറി കളറിന് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത്.
ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി ടൈലുകളും ഫിറ്റിങ്ങുകളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് അനുഭവപ്പെടും. സുഹൃത്തുക്കളെ, ഈ വീടിന്റെ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും നൽകിയിരിക്കുന്ന ഐവറി കളറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഐവറി എന്നത് കാലം മാറിയാലും ഭംഗി നഷ്ടപ്പെടാത്ത ഒരു പ്രീമിയം ഷെയ്ഡാണ്. കണ്ണിനൊരിക്കലും മടുപ്പ് തോന്നിക്കാത്ത വൃത്തിയും എലിഗന്റുമായ ഒരു ഫിനിഷ് ഈ കളർ നൽകുന്നു. സൂര്യപ്രകാശത്തിലും സായാഹ്ന വെളിച്ചത്തിലും ഈ കളർ ഒരേ സമയത്ത് വ്യത്യസ്തമായി ഭംഗി പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ കണ്ടംപററി വീടുകൾക്കും ലക്ഷറി വില്ലകൾക്കും പലരും തിരഞ്ഞെടുക്കുന്ന കളറുകളിൽ ഒന്നാണ് ഐവറി. ശരിയായ കോമ്പിനേഷൻ നൽകിയാൽ ഒരു സാധാരണ വീടിനെ പോലും വളരെ പ്രീമിയം ലുക്കിലേക്ക് ഉയർത്താൻ ഈ കളറിന് കഴിയും. ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ റൂമിന് റോസ് കളറാണ് നൽകിയിരിക്കുന്നത്. മറ്റുമുള്ള റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ കളർ നൽകുന്നത്. വളരെ മനോഹരവും സുഖപ്രദവുമായ രീതിയിൽ ഈ റൂം ഒരുക്കിയിരിക്കുന്നു. താഴത്തെ നിലയിൽ ആകെ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. വലിയ കുടുംബങ്ങൾക്ക് ഏറെ അനുയോജ്യമായ ഒരു പ്ലാനാണ് ഇത്. ഇനി വീടിന്റെ ഹൃദയം എന്ന് പറയുന്ന കിച്ചണിലേക്ക് പോകാം. വളരെ വിശാലമായ ഒരു കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജോലികൾ എളുപ്പത്തിൽ ചെയ്യാൻ ആവശ്യമായ സ്പേസും സൗകര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അലൂമിനിയത്തിൽ നിർമ്മിച്ച കിച്ചൺ കബോർഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദീർഘകാലം നിലനിൽക്കുന്നതും കുറഞ്ഞ മെയിൻ്റനൻസ് ആവശ്യമായതുമായ ഒരു മികച്ച തെരഞ്ഞെടുപ്പാണിത്. ഇനി സ്റ്റെയർകേസ് വഴി മുകളിലേക്ക് പോകാം. വളരെ മനോഹരമായ രീതിയിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. വാളുകൾക്ക് പിങ്ക് കളറാണ് നൽകിയിട്ടുള്ളത്. ഈ റൂമും നല്ല വെളിച്ചവും വായുസഞ്ചാരവും ലഭിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു വീടിനെ നവീകരിച്ച് ഇത്ര മനോഹരമായ ഒരു സ്വപ്ന ഭവനമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പൊന്നച്ചനച്ചായന്റെയും ബിനു അമ്മാമ്മയുടെയും ഈ വീട്. ആധുനിക സൗകര്യങ്ങളും പഴമയുടെ ഓർമ്മകളും ഒരുമിച്ച് നിലനിർത്തുന്ന ഈ ഭവനം തീർച്ചയായും ഏവർക്കും പ്രചോദനമാണ്. ഇനി ടെറസിലേക്ക് നോക്കാം. വിശാലമായ ടെറസ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭാവിയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ ധാരാളം സ്ഥലം ലഭ്യമാണ്. ടെറസ് ഭാഗം വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് വളരെ മനോഹരമായി ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്തും ദീർഘകാല ഉപയോഗത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മനോഹരമായ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.